ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ടാരോട്ടുകാരനോട് ചോദിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവർക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തയുണ്ടോ, ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഉപദേശം എന്താണെന്ന്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് എനർജിയിലൂടെ പോകുന്നു നോക്കാം. ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ എപ്പോഴും ഇടുന്നത്. വലിയ വീഡിയോ ഞാൻ ഇടുന്നില്ല, വളരെ ചെറിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി 9 ഓഫ് വൺസ് ആണ്. കണ്ടറിയാം, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ചുറ്റുപാടിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടലും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കുറേയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം കണ്ട് അറിയാം വളരെയധികം സങ്കടപ്പെട്ടു, അല്ലെങ്കിൽ നിരാശനായോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വെച്ച് ഒറ്റയ്ക്ക് പൊറുതി മുന്നേറുന്നതാണ് കാണുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും 9 എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. അപ്പോൾ ഈ 9 എന്ന ഒരു ആ നമ്പറിന് എൻഡിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ മറ്റുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒറ്റപ്പാടും ഒറ്റയ്ക്ക് നിൽക്കുന്നതും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാം ഒരവസാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അത് 8 ഓഫ് സോഡാണ്. കണ്ടറിയാം, ഒരു വ്യക്തി കണ്ണും കെട്ടി നിൽക്കുന്നു ചുറ്റുപാട്. പക്ഷെ എന്നാൽ തന്നെയും അദ്ദേഹത്തിന് അതെല്ലാം ലൂസായിട്ട് കിടക്കുന്ന സംഭവമാണ്. അദ്ദേഹത്തിന് ധൈര്യമായിട്ട് അതഴിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ അദ്ദേഹം ഇത് ചെയ്യുന്നില്ല. കാരണം അത് സ്വയം കെട്ടിവെച്ചിട്ട് സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അതായത് ഒരു തീരുമാനം എടുക്കാതെ, ഒന്നും ചെയ്യാതെ ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് സ്വയം തീർത്തൊരു ബന്ധനാവസ്ഥയാണ്. അതായത് ഇപ്പോൾ തൽക്കാലം ഒരു തീരുമാനം എടുക്കണ്ട, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടോ എന്നാണ് ചോദിച്ചത്. രാത്രി കാലത്തായാലും എപ്പോഴാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കിട്ടിയത് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു മേ ബി എന്നാണ് പറഞ്ഞത്. അതായത് ഇത് ചിന്തിക്കാതിരിക്കാം. ചില സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എങ്കിൽ പോലും അദ്ദേഹം പഴയ കാര്യങ്ങളെല്ലാം മറന്ന്, പാസ്റ്റ് കാര്യങ്ങളെല്ലാം മറന്ന് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഫുൾ എന്ന കാർഡ് മേ ബി എന്ന ആൻസർ ആയിരുന്നത്. അതേപോലെ കഴിഞ്ഞ കാലങ്ങളിലേക്കെല്ലാം മറന്നിട്ട് മുന്നോട്ട് പോകുന്നത് കാണുന്നത്. ആ വ്യക്തി പോകുന്നത് കണ്ടറിയാം. തൊട്ട് മുന്നിൽ ഒരു അഗാധമായ ഗർത്തമാണ്. ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അവിടെ അടുത്ത് നിൽക്കുന്ന ഒരു നായക്കുട്ടി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ വ്യക്തി ഒരു മുന്നോട്ടുള്ള യാത്ര പഴയ കാലങ്ങളും പാസ്റ്റും നിങ്ങളെ എല്ലാമൊക്കെ മറന്ന് ഇപ്പോഴത്തെ ചുറ്റുപാടിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് പോകുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ് എന്നത് ഇതിനറിയുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിന് തരുന്ന എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെന്ന് നോക്കിയത് സണ്ണാണ്. അതും മേജർ ആർക്കാന കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു മാനുഷികമായ പരിഗണനയുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെയും മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരും നിങ്ങളുടെ എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കുന്നവരാണ്. അതാണ് കാർഡ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു കുട്ടികളെപ്പോലെ തന്നെ എല്ലാം മറന്ന്, ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് കളിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വിട്ട് അവരങ്ങ് അടുത്തതിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ, ഇതിനൊന്നും പരിഗണന കൊടുക്കാതെ, ഇതൊന്നും ആഴമായി ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറകിൽ സൂര്യൻ വെച്ചിരിക്കുന്നുണ്ടോ, താമസിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതേപോലെ നല്ലൊരു കാലാവസ്ഥ കിട്ടുന്നതാണ്. ഇപ്പോഴുള്ള ഈ മഴക്കാറും കോളും ദുഃഖവും ദുരിതവും എല്ലാം പോകും. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷകരമായ അവസ്ഥ യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എല്ലാം കണക്റ്റായിട്ടെല്ലാം കാർഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാം. നിങ്ങൾ മറ്റുള്ളവയെല്ലാം ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും കിടന്നിട്ട് സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടി തന്നെ, സംഭവിക്കാൻ പോകുന്നത് നല്ലത് തന്നെ. ഒരു അവസ്ഥയും സ്ഥിരമല്ല എന്ന് ഞാൻ കൂടെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലികളിൽ വ്യാപൃതമായി മുന്നോട്ട് പോവുക. ആരെയും കുറ്റപ്പെടുത്തേണ്ട, ആരെയും ജഡ്ജ് ചെയ്യേണ്ട. നല്ലൊരു കുട്ടികളെപ്പോലെ ഇന്നർ ചൈൽഡ്, അതായത് കുട്ടികളുടെ മനസ്സ് പോലെ നിങ്ങൾ ആയിത്തീരുക. അതേപോലെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ കിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ അതായത് ഉൾവിളി കേട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലൊരു ഭാവി നിങ്ങൾക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു സൂര്യൻ ഉദിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലൊന്ന്
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എന്നെ കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.